ചേട്ടൻ എന്താ പറഞ്ഞേ? എനിക്കാരെയും കല്യാണം കഴിക്കാനാവില്ല. എൻ്റെ ലോകം വേറെയാ, അതിലേക്ക് ആർക്കും വരാൻ സാധിക്കില്ല. അവസാനം അവൾ പറഞ്ഞു, നിന്റെ മ്യൂസിക് ഞാൻ കേട്ടില്ല, എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്ന്. ഇതാ ഞാൻ ആദ്യം പറഞ്ഞത്, നിനക്കിതിൻ്റെ ആവശ്യമുണ്ടോ? അതല്ല വിജയ്, മ്യൂസിക് എന്താണെന്ന് അവൾ എന്നോടാ ചോദിച്ചത്. എൻ്റെ മ്യൂസിക് അവൾ എന്തുമാത്രം ആസ്വദിച്ചെന്നറിയാമോ? ഞാൻ കൈയുടെ ആക്ഷൻ നിർത്തിയതിന് ശേഷവും അവൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. എൻ്റെ മനസ്സിലുള്ളത് അവളോട് പറയണമെന്ന് എനിക്ക് തോന്നി. ഞാനത് പറഞ്ഞു. നിങ്ങൾ അവളോട് പറഞ്ഞ തെറ്റാണെന്ന് പറയുന്നില്ല, പക്ഷേ എന്തോ ഒരു കാരണത്താൽ കല്യാണത്തെ വെറുക്കുന്നു, ഭയപ്പെടുന്നു. അതെന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെക്കുറിച്ച് പറഞ്ഞ ഉടനെ ദേഷ്യം വരും. കാർത്തിക്, അർച്ചന നല്ല പെണ്ണാണ്, പക്ഷെ ഇത്രയും ദേഷ്യം പാടില്ല കാർത്തിക്. ഞാൻ പറയുന്നത് കേട്ടോ, നീ അവളെ മറന്നിട്ട് നിന്റെ ജോലി നോക്ക. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാനില്ലേ? വിജയ് പറഞ്ഞത് ശരിയാ. അന്നത്തെ പ്രശ്നം ക്ഷമിച്ചതന്നെ വലിയ കാര്യമാ. ഇനി എങ്ങനെ ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വിടാൻ പറ്റില്ല ഷീലെ. പിന്നെ വീണ്ടും മാപ്പ് ചോദിക്കാൻ പോവാ? ഞാൻ എന്തിനു മാപ്പ് ചോദിക്കണം? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? പറയുന്നത് കേക്കടാ. എനിക്കാവില്ല വിജയ്. സോറി. ഷീല പോകണ്ട, അവിടെ നിൽക്ക്. ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു, അതിനിത്ര ദേഷ്യം എന്തിനാ? ഇല്ല, പറ, എന്തെങ്കിലും ഒന്ന് പറയേ. മനസ്സിലായില്ല? ഞാൻ പറയാനുള്ളതെല്ലാം മുൻപേ പറഞ്ഞു കഴിഞ്ഞു, വീണ്ടും പറയാം. എനിക്ക് നിങ്ങളെ കാണുന്ന ഇഷ്ടമല്ല. ഗെറ്റ് ഔട്ട് ഓഫ് മൈ ലൈഫ്. ഭ്രാന്താണോ? ഞാൻ കാണുന്നുണ്ട്, ഇത് കുറച്ച് കൂടുതലാ. നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത് തെറ്റാണോ? എന്താ നിന്നോട് ചോദിച്ചാൽ എന്ത് തെറ്റാ ഉള്ളത്? ഇതാണോ നിന്റെ പ്രശ്നം? കാർത്തിക്, നീ മ്യൂസിക് കേൾക്കണം നല്ല വിചാരിച്ചത്. എന്തുകൊണ്ട് കല്യാണം കഴിക്കില്ല? കാരണം പറ. കാർത്തിക്കിന് നീ ഒരു ഭാരമല്ല, നിന്നോട് എന്തുമാത്രം സ്നേഹാന്നറിയോ? അയാൾ മാറില്ല. നിന്റെ അച്ഛനെ പോലെ എല്ലാരും അങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? പോട്ടെ, മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക, ജീവിതം മുഴുവനും ഇങ്ങനെ ഇരിക്കാൻ പോവാ? എന്തിന്? എന്തിനെങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞും നിന്നെ പോലെ ഇരിക്കുമെന്ന് എന്തിനാ വിചാരിക്കുന്നത്? 2 തലമുറകൾക്ക് മുൻപ് നിന്നെ പോലെ കുടുംബത്തിൽ ആരെങ്കിലും ജനിച്ചിരിക്കാം. അതുകൊണ്ട് ഒരുപക്ഷെ ഇനി എന്താ അർച്ചന? എന്ത് ഹെൽപ്പ്? കാർത്തികിനോടോ? എന്താ പറയേണ്ടത്?
കാർത്തികിനെ ആരെ വേണമെങ്കിലും സ്നേഹിക്കാം, കല്യാണം കഴിക്കാം. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല, ആവശ്യമില്ല. ഇനി എന്നെ കാണണമെന്നില്ല, എനിക്കായി കാത്തിരിക്കാൻ വേണ്ട. വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കാൻ പറഞ്ഞു. പക്ഷെ കാർത്തിക്, അവളിത് പറയുമ്പോ കരയുകയായിരുന്നു. ഇല്ല, ഇത്ര വർഷത്തിനിടയ്ക്ക് അർച്ചന കരഞ്ഞ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ആദ്യമായിട്ടാ അവളുടെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടത്. മതീഷില്ലേ, അവൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവളെ ബഹുമാനിക്കണം. എന്ന് വെച്ച് അവളെ മറന്ന് ഞാൻ വേറൊരു കല്യാണം കഴിക്കുമെന്ന് വിചാരിക്കണ്ട. ഇനി അവളെ ശല്യം ചെയ്യില്ല, അവളുടെ കൺമുന്നിൽ വരില്ല. നമുക്കെന്തെങ്കിലും കഴിക്കാം. എനിക്ക് വിശപ്പില്ല. എനിക്ക് വിശക്കുന്നടാ. എന്നാ നീ കഴിക്കേ. അത് ഞാൻ ഞാൻ വേണമെങ്കിൽ ഹായ്. ഹായ്. എക്സ്ക്യൂസ് മീ. എടാ, how are you? Okay, carry on. Bye. ബൈ ബൈ. ഇവന്റെ കാര്യം എന്താ കാര്യം? നീ എന്തിനാ ഇങ്ങോട്ട് പോന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒരു ഹലോ പറയായിരുന്നല്ലോ നിനക്ക്. എന്താ വിജയ്, അവൾ തുറന്നു പറഞ്ഞല്ലോ ഇനി എന്നെ കാണരുത്, സംസാരിക്കരുത്. എടാ, അവളെന്നെന്തോ ദേഷ്യത്തിൽ. ഇല്ല വിജയ്, നിനക്ക് ഓർമ്മയുണ്ടാവില്ല, അന്ന് റെസ്റ്റോറൻറ്റ് വെച്ച ലോക്കറ്റ് കണ്ടപ്പോൾ അവളുടെ കണ്ണിലെ തിളക്കം ഞാൻ കണ്ടു. അവൾ ചോദിക്കാതെ ഞാനത് കൊടുത്തത്. എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. പോട്ടെ വിജയ്. ഏയ്, എന്താ വിജയ്, എന്തോ പറയണമെന്ന് പറഞ്ഞു? അത് എനിക്ക് നാണം വന്നത്. എന്താ വിജയ്? അത് പിന്നെ ഞാൻ പറഞ്ഞ നീ ചിരിക്കരുത്. ശരി, പറയും. എന്റെ തലയ്ക്ക് മീതെ ബൾബ് കത്തി. മണിയും അടിച്ചായിരുന്നു. ദേ കണ്ടില്ലേ, ചിരിക്കുന്ന കണ്ടില്ലേ? ഇല്ല, ചിരിക്കില്ല. ആരാ? ഷീല. ഷീലയോ? ഇതൊക്കെ എപ്പോഴാ നടന്ന്? ഇന്നലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോ ഞാൻ ആലോചിച്ച് നോക്കി, തീരുമാനം എടുക്കുകയും ചെയ്തു. എന്താ തീരുമാനിച്ചത്? അവളെ കല്യാണം കഴിക്കണം. ഒരുപാട് സന്തോഷമാണ് വിജയ്, ഒരു നല്ല മനസ്സുണ്ട് നിനക്ക്. അതല്ലടാ, ഞാൻ അവൾക്കൊരു ജീവിതം കൊടുക്കുമെന്നല്ല, നിന്നെ പോലെ തന്നെ ഞാൻ അവളുടെ കൂടെ ജീവിതം ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ശരി, ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഉടനെ ഈ കാര്യം ഷീലയോട് പറയാന്നുള്ളതാണ്. നിനക്കൊരു വിഷമം ഉണ്ടാവും, അതെനിക്കറിയാം. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ സംസാരിക്കടാ. എടാ കാർത്തിക്. എന്താ വിജയ്, നിനക്ക് വേണ്ടി ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേ? അല്ലടാ, ഞാൻ തന്നെ സംസാരിച്ചു. എപ്പോ? ഇന്ന് രാവിലെ ചർച്ച